ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യർക്ക് ഉള്ള ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ കൂടെയുള്ള ചില മനുഷ്യരെ, ചില നല്ല ഹൃദയങ്ങളെ മനസ്സിലാക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് പറ്റാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരെ അവർ കൂടെ ഉള്ളപ്പോൾ അവരുടെ വില നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളെപ്പോഴും അവരെ കുറ്റം പറയും. തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ അവരുടെ പോരായ്മകൾ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും അവരുടെ നന്മ നമ്മൾ മനസ്സിലാകാൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷേ എപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നറിയാം? അവർ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കെന്നും നമ്മുടെ ഓർമ്മകളിൽ വന്ന് അവരുടെ നല്ല ഓർമ്മകൾ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അന്നേരം നമുക്കറിയാതെ നമ്മുടെ കണ്ണ് നിറയും. നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും, എനിക്കന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, ഒന്ന് ചേർത്ത് പിടിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം കുറേ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ എൻ്റെ ചില സ്വാർത്ഥത കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചില മോശം സമീപനങ്ങൾ കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തിപ്പോയി, ഇനി എനിക്ക് തിരിച്ച് കിട്ടില്ല എന്ന് നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്. ഞാനും അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വിലപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും 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 വിലപ്പെട്ടതാണ്. പക്ഷേ ആ വില, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ, എൻ്റെ അപ്പച്ചൻ മരിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ ചെന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചനോടാണ്. പക്ഷേ ഈ ഒരു 2 കൊല്ലത്തോളമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് വിഷമം വന്നാലും, സങ്കടം വന്നാലും, സന്തോഷം വന്നാലും എനിക്ക് അത്രയും ചെന്ന് ഡീപ്പായിട്ട്, അത്രയും ക്ലോസ് ആയിട്ട് അപ്പച്ചൻ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് ഒരു ഫോർമാലിറ്റി ഇല്ലാതെ ചെന്ന് പറയാൻ പറ്റുന്ന ഏക വ്യക്തിയെ നഷ്ടപ്പെട്ടു. പക്ഷേ ചില നഷ്ടങ്ങൾ നമുക്കൊരിക്കലും പകരം വെക്കാൻ പറ്റത്തില്ല. അതെന്നും നഷ്ടം തന്നെയാണ്. നമുക്കത് വേറെ ആരോ കൊണ്ടും ഒന്നിനെയും കൊണ്ടും നമുക്കതിന് അതിൻ്റെ ത്രാസ് എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും. അപ്പോഴും നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക. അവരുമായിട്ട് കുറ്റവും കുറവുകളും ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള പരിമിതികൾ. ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്ലസ് പോയിന്റിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ കുറേ സമയം ചിലവഴിക്കുക, കുറേ നാളുകൾ സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എൻ്റെ അപ്പച്ചൻ തന്നെ ഒരു അസുഖമൊന്നും ഇല്ലാതിരുന്ന മനുഷ്യനാണ്. പെട്ടെന്നൊരു ദിവസം നിങ്ങളെല്ലാവരെയും വിട്ട് ഒരു യാത്ര പോലും പറയാൻ പറ്റാതെ കടന്നുപോയി. എൻ്റെ അമ്മച്ചി ഇപ്പോഴും പറഞ്ഞൊരു കാര്യം, അപ്പച്ചൻ തലേന്ന് രാത്രി വരെ അപ്പച്ചയോട് അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മോളോട്, അതായത് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, എൻ്റെ മോളെ കാണണം. പക്ഷെ ആരും അറിയുന്നില്ലല്ലോ അത് പറഞ്ഞത് അവസാനത്തെ വാക്കുകളാണെന്ന് ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. നമുക്കൊരിക്കലും ഒരാളുടെ മരണത്തെ മുൻകൂട്ടി കാണാനും നിർവചിക്കാനും പറ്റുമെങ്കിൽ നമുക്ക് ഈ കുറ്റബോധങ്ങളും സങ്കടങ്ങളും ഒന്നും ഒരു പരിധിവരെ ഉണ്ടാവില്ല. കാരണം നമുക്ക് കൂടുതൽ സമയം അവരുമായിട്ട് ചിലവഴിക്കാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു മകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ ആഗ്രഹിച്ച എല്ലാ സ്നേഹവും, എല്ലാ പരിഗണനയും എനിക്ക് മനുഷ്യന് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ചെറിയ ചെറിയ പാളിച്ചകൾ, ചെറിയ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ മകളായി തന്നെ ജനിക്കണം. കാരണം ഈ ജന്മത്തിൽ എനിക്ക് പറ്റിയ എൻ്റെ കുറവുകൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ പോരായ്മകളൊക്കെ തിരുത്തി ഇനി ഒരു ജന്മം കൂടെ ദൈവം എനിക്ക് തരണം. എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ മകളായി തന്നെ ജനിക്കണം. അതിൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ ദൈവത്തോട് പറയുന്ന ഫസ്റ്റ് ആഗ്രഹം അതാണ്, അന്നും ഇന്നും. കാരണം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആ വ്യക്തി എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു സങ്കടമാണെങ്കിൽ ചെന്ന് പറയുമ്പോഴും തോളി കൈയിട്ട് നീ എന്തിനാ വിഷമിക്കുന്നേ, എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പൊടുതല്ല. ആ 3 തട്ടലുണ്ട് അപ്പച്ചൻ എൻ്റെ ഷോൾഡറിൽ. പക്ഷെ അത് ഒരു കരുത്തലാണ്, അതൊരു സംരക്ഷണ കവചമാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കാലം വിധി എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് കവർന്നുകൊണ്ടുപോയി, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലോട്ട് അത് പോയി.
പക്ഷേ എങ്കിലും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ എല്ലാ വിഷമങ്ങളിലും എൻ്റെ എല്ലാ സന്തോഷങ്ങളിലും ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ അപ്പച്ചൻ എന്നെ കാണുന്നുണ്ടാവും. ഞാൻ കേൾക്കുന്നില്ലെങ്കിലും എൻ്റെ അപ്പച്ചൻ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടാവും. എന്നോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ ഞാൻ കാണുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ കൂടെയുള്ള സമയത്ത് പരമാവധി സ്നേഹിക്കുക. അത് മാതാപിതാക്കളെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും ജീവിത പങ്കാളികളെ ആണെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര വിലപിച്ചിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അവർ ചേർത്ത് പിടിക്കുക. അത് സന്തോഷത്തിൽ മാത്രമല്ല, അവരുടെ വീഴ്ചകളിൽ അവർ ചേർത്ത് പിടിക്കുക. എന്തിനാ വിഷമിക്കില്ല, ഞാൻ കൂടെയില്ല. ചിലപ്പോൾ ആ ഒരു വാക്ക് മതിയാവും മുന്നോട്ട് അവർക്ക് ജീവിക്കാനുള്ള ഏക പ്രേരക ശക്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോയപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ച കരങ്ങളാണ് എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങൾ. അല്ലായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഞാൻ വീണുപോയേനെ. ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞ് ഞാൻ പോകേണ്ട സമയങ്ങൾ അതിക്രമിച്ചു. അപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അപ്പച്ചൻ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചുനാൾ മുതൽ എൻ്റെ അപ്പച്ചൻ വന്നിട്ട് ചോദിക്കും അമ്മച്ചിയോട്, ഞാൻ ആഹാരം കഴിച്ചോ? വേറെ മക്കളുണ്ട്, ഇല്ലെന്നല്ല, എല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷേ എങ്കിലും ഒരു പടി മേളിൽ എൻ്റെ അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി കറിയൊക്കെ വെച്ചിട്ട് എനിക്ക് ഉരുള വാരി തരും. അത് കഴിക്കാൻ വേണ്ടി മാത്രം കാത്തിരുന്ന വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ഒരു 2-3 പിടി കഴിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് നിറയും. പക്ഷെ ഞാൻ എത്ര വാരി കഴിച്ചാലും എനിക്ക് വിശപ്പ് തീരത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അപ്പച്ചൻ എനിക്ക് 3-4 ഉരുള തരുമ്പോഴത്തേക്ക് എൻ്റെ വയറ് നിറയും. എനിക്ക് നല്ല ഉറക്കം വരും. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഞാൻ കിടക്കാൻ പോവാം. ഉണ്ണേറ്റും പറഞ്ഞ് ഞാൻ പോയി കിടക്കും. അതായിരുന്നു എൻ്റെ ഒരു ജീവിതചര്യ എൻ്റെ കല്യാണത്തിന് മുന്നേ വരെ. കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് എനിക്ക് എൻ്റെ അപ്പച്ചനെന്ന് പറഞ്ഞാൽ. നഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റത്തില്ല. അപ്പോഴും കൂടെ ഉള്ളപ്പോഴും സ്നേഹിക്കുക. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ ആ വ്യക്തി നമുക്ക് നഷ്ടപ്പെടുമ്പോഴും നല്ല ചില ഓർമ്മകൾ നമുക്ക് കൈമുതലായിട്ട് നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല, കുറവുകളില്ലാത്ത മനുഷ്യരില്ല, പരിമിതികളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവരിലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ കുറവുകൾ. ആ കുറവുകളെ പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കുക. അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, കൂടെ നിൽക്കുക. അതായിരിക്കും നമുക്ക് ഈ ഒരു ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ഇപ്പോഴത്തെ സമൂഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരാളുടെ നന്മ പറയത്തില്ല, എല്ലാവരുടെ മോശം പറയാൻ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയും, അയ്യോ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത സ്നേഹവും പരിഗണനയും മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു സ്നേഹത്തെ പ്രകടിപ്പിക്കുക, എന്താ പറയുക, ദേഷ്യത്തെ ലഘൂകരിക്കുക, കുറ്റപ്പെടുത്തലുകൾ പരമാവധി കുറയ്ക്കുക. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴേ നമ്മൾ ചിന്തിക്കുക അയാൾ എന്ത് സാഹചര്യം കൊണ്ടാണ് ആ ഒരു തെറ്റ് ചെയ്യാൻ കാരണമായെന്നും കൂടെ ചിന്തിക്കുക. നമ്മൾ അയാളെ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതേ സാഹചര്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ ഒരാൾ കുറ്റം പറയുമ്പം എനിക്ക് എന്ത് വികാരമായിരിക്കും വരുന്നത്, അതുമാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. അപ്പോഴെല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.